ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാനും അനുക്കുട്ടി മോളും കൂടി ഒരു ചെറിയ യാത്ര സ്റ്റേക്കേഷനാണ്. പൂവാർ വളരെ അടുത്താണ്. പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്ക് പോകുന്നു 2 ദിവസത്തേക്ക്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളൊക്കെ എടുക്കുന്നു. ആകെ ബഹളം. മോളാണെങ്കിൽ ഉറങ്ങി കിടക്കുകയാണ്. ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങനെയാണ് മൂടെന്നറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല അനുക്കുട്ടി, നമ്മൾ അടുത്ത സ്റ്റേക്കേഷൻ. ഞങ്ങൾ സ്റ്റേക്കേഷന്റെ ആൾക്കാരെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കറക്കം. നോക്കൂ, ചെറിയ നോക്കി. ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയനെ പറിക്കാറുണ്ട് കേട്ടോ. ഇന്ന് പറിക്കാതെ 2 എണ്ണം കിട്ടി. സോ ഇത് പറിച്ചില്ലെങ്കിൽ താഴെ പോവും, വേസ്റ്റായി പോവും. 2 ദിവസത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു ലോഡ് സാധനം ഉണ്ടാവും. കുറച്ചുകൂടെ പഠിച്ചു. പാക്ക് ചെയ്യാൻ ഇച്ചിരി കൂടെ പഠിച്ചു. ഇപ്പൊ മോന് ഫോർമുല മിൽക്ക് മാത്രമല്ല, അല്ലാത്ത മിൽക്കും കൊടുക്കാമെന്നായിട്ടുണ്ട്. 1 വയസ്സ് കഴിഞ്ഞല്ലോ. ആക്ച്വലി കുറച്ച് ലേറ്റ്. ഇവിടെ 6:30 ബോട്ട് ജെട്ടി അടയ്ക്കും. നമുക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് എക്സ്ട്രാ തന്നു. ഇനി ഒരു 15 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിക്കണം. എവിടെ പോണു? എവിടെ പോണു? എവിടെ പോണു? 15 മിനിറ്റ് ഇനി അല്ലേ ബോട്ടില്. മനോഹരമായ സീനറിയൊക്കെ നമ്മൾ മിസ്സായി. രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. നൈറ്റ് വൈബ് അത് തന്നെ എന്ന് പറയാം. We are going in a boat. ഇതാണ് പൂവാർ ഐലൻഡ് റിസോർട്ട് അല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ എൻട്രൻസ് എത്തി. യെസ്, ഇത്ര ലേറ്റ് ആയിട്ട് വരുന്ന ഗസ്റ്റുകളെ അധികം കാണാറില്ലായിരിക്കും. യെസ്, വി ആർ നിയറിംഗ് ദ എൻട്രൻസ്. അങ്ങനെ നമ്മുടെ ബോട്ട് സവാരി ഏതാണ്ട് തീർന്നു. ലേറ്റ് നൈറ്റ് അല്ലേ ഞങ്ങള് കുറച്ച് ഡിലേ ആയിപ്പോയ. സോറി. അതെ, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. സത്യം. തിരിച്ചു പോകുമ്പോ ഞങ്ങള് ഒന്ന് കുറച്ച് ഡേ ടൈമിലായിരിക്കും. മക്കളെല്ലാം വളരെ ചെറിയ കുട്ടികളായിരുന്നപ്പോ ഈ ഫ്ലോട്ടിങ് കോട്ടേജസിലായിരുന്നു. അതിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഇയേഴ്സ് ബാക്ക്, ഒരുപാട് വർഷം മുന്നേ. എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമെങ്കിലായിട്ടുണ്ടാവുക അല്ലേ ഇത് തുടങ്ങിയിട്ട്. ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഏകദേശം. സംവേർ ഒരു മേ ബി ഒരു 22 ഇയേഴ്സ് ബാക്ക് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ ഒരു ടീ ഇതുണ്ടല്ലേ ഈ ഭാഗത്ത്. ഇതാണ് ടീ ഷോപ്പ്. അപ്പോൾ ചായ കുടിച്ചിട്ട് കയറാം. ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കാൻ. അങ്ങനെ പൂവാർ ചായക്കട എന്നാണ് ചായക്കടയുടെ പേര്. നല്ല ഹോട്ട് പഫ്സ് ആണ് ഇവിടെ. നോക്കിയാൽ ഇതിപ്പോ പകലാണ് ഈ ആംബിയൻസ് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സ്വിങ് ഒക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ ധാരാളമായിട്ട്. ഹമോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനിതിങ്ങനെ. ഓ, നല്ല കാറ്റ്.
ശരിക്കും പറഞ്ഞാൽ കടല് തൊട്ടപ്പുറത്താണല്ലോ അല്ലെ? ഇത് ഇങ്ങനെ ഒരു ബാക്ക് വാട്ടേഴ്സ് ആൻഡ് കടൽ രണ്ടും വരും. നടുക്ക ബണ്ട് ഇങ്ങനെ അല്ലെ, ഒരു ബീച്ച് ഏരിയ. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇത് ഡേ ടൈം കാണാം, നാളെ കാണാം വൈകുന്നേരം. വെൽക്കം ടു ഗോവാലൻഡ്. താങ്ക് യു താങ്ക് യു. ഹായ് ബേബി, വെൽക്കം. മാല കിട്ടി. വെൽക്കം ടു ഗോവാലൻഡ്. അപ്പോൾ നമ്മളെ അവിടെ നിന്ന് റിസീവ് ചെയ്ത് വന്നിരിക്കുകയാണ് ഓപ്പറേഷൻസ് മാനേജർ ശ്രീ റെക്സ് നാരായണപിള്ളി. വളരെ അച്ഛൻ്റെ പേരും കൂടി ചേർത്തത് അല്ലേ? നാരായണപിള്ളി. ഓക്കെ, വെരി നൈസ് പ്രോപ്പർട്ടി. കണ്ടത് തന്നെ ഭയങ്കര മനോഹരം. ഓക്കെ, ഞങ്ങൾ ലേറ്റ് ആയതിന് ഒരു വെരി സോറി കേട്ടോ. നല്ല ഓക്കെ. അപ്പോൾ റിസപ്ഷൻ, ഇതാണ് റിസപ്ഷൻ ഏരിയ അല്ലേ? നമ്മൾ സാറിന് ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യും. ഓക്കെ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്തൊരു പ്രോപ്പർട്ടി. നേരെ നടന്ന് പൂൾ ഏരിയ നോക്കൂ കുഞ്ഞി, സോ നൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മുറി. ഇവിടുത്തെ വണത്തെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് റൂമാണ് മഹാരാജ സ്യൂട്ട്. ദിസ് ഇസ് ദി മഹാരാജ സ്യൂട്ട്. അതിനകത്തേക്ക് കയറുന്നു. വാവ്, ഇതൊരു സിറ്റിംഗ് ഏരിയ. വളരെ ട്രഡീഷണൽ ഒരു അല്ലേ, ഒരു അങ്ങനത്തെ പാറ്റേൺ ആണ്. ഇതുണ്ടോ ഡോർ, ഇതിങ്ങനെ ദിസ് ഇസ് ദ പാർട്ടീഷൻ ഡോർ. ശരിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ബെഡ്റൂം. ഓ, പൂക്കളൊക്കെ കൊണ്ട് ഗംഭീരമായിട്ട് അലങ്കരിച്ചിരിക്കുക. ഇവിടെയാണ് സണ്ണി ലിയോൺ വന്നപ്പോൾ, ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഷീ സ്റ്റേഡ് ഇൻ ദിസ് റൂം അല്ലേ, പ്രസിഡൻഷ്യൽ ഈ ഒരു മഹാരാജ സ്യൂട്ടിലാണ് 1 month താമസിച്ചു ഇവിടെ. പ്രൈവസിയാണ് ഏറ്റവും, പിന്നെ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട് ഒരു മനുഷ്യൻ്റെ ശല്യം ഉണ്ടാവില്ല. കാര്യം ബോട്ടിലല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് സുഖമായിട്ട് ഇവിടെ വന്ന് താമസിച്ചു 1 മാസം. എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ. അടിപൊളി അല്ലേ, ഗംഭീരം. അയ്യോ, ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി. അയ്യോ, മോൾക്ക് ഇഷ്ടമായി. അങ്ങനെ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ഹോമിൽ താമസിക്കുന്ന ഒരു ഫിനിഷിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ നൈസ്. എന്തോ ഒരു ഫീൽ ഗുഡ് ആണെന്നറിയാം നമുക്കൊരു, ആ ഒരു ഫീലിംഗ് ആണ്. മോളാണെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുകയാണ്. നോക്കൂ, ഭയങ്കര ഹാപ്പി. ഇവിടെ എല്ലാം നല്ല നല്ല ഫ്ലോറിങ്ങും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എന്ത് രസമാണ് നോക്കൂ. എന്തായാലും സണ്ണി ലിയോൺ താമസിച്ച റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് അല്ലുകുട്ടി എപ്പോൾ പോകുന്നു? നമ്മൾ ഒരു 15 മിനിറ്റ്, 9 മണിയാകുമ്പോൾ പോകുന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ വ്യൂ എല്ലാം പോയി, രാത്രി ആയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ വ്യൂ കാണിച്ചു. MTVയുടെ സ്പ്ലിറ്റ്സ് വില്ല ഫുൾ ഷൂട്ട് ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് അന്ന്. പക്ഷെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെയും അലൗ ചെയ്യുന്നില്ല. അവരെല്ലാം ഫുൾ ക്രൂ ആൻഡ് കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ ആയിരുന്നു സ്റ്റേ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. കൗണ്ടേഴ്സ്, ഇങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്.
is normal cut vegetables. പിന്നെ കുറേ പിക്കിൾഡ് കാര്യങ്ങൾ, curd rice, മിക്സ്ഡ് റൈത്ത, പപ്പട്സ്, ബൂന്തി റൈത്ത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊരു സെക്ഷൻ. ബാർലി വെജ് സൂപ്പ്, പിന്നെ അക്കമ്പനിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബട്ടർ, അങ്ങനത്തെ കാര്യം. പിന്നെ സാലഡ്സിൻ്റെ ഒരു കൗണ്ടർ തന്നെ ഉണ്ട്. ഡിഫറെൻറ്റ് ചെന്ന ചാട്ട് തൊട്ട് തുടങ്ങും. ഇതിൽ കുക്കുംബർ, കിംച്ചി, കോൾസ്ലോ, പിന്നെ മലബാർ വെജ് ക്രഞ്ചി, ഗ്രിൽഡ് ഓക്ര ഉണ്ട്. ഏതാണ് ഗ്രിൽഡ് ഓക്ര? അത് വെണ്ടയ്ക്ക ഗ്രിൽഡ്, ചന്ന ചാട്ട്, അങ്ങനെ കുറേ കാര്യം. വെജ് ആൻഡ് നോൺ വെജ് സെപ്പറേറ്റ് സ്റ്റാർട്ടർ കാര്യങ്ങളുണ്ട്. പിന്നെന്താ, സമോസാസ്, ദിസ് വെജിറ്റേറിയൻ, കേരള പൊറാട്ട ഉണ്ട്. പിന്നെ കോഴി വറുത്ത കറി. ഇത് ഓരോ ദിവസവും ഓരോ ഡിഫറെൻറ്റ് മെനു ആയിരിക്കും. പൊറോട്ടാസ് ആൻഡ് നാൻ ആൻഡ് ചപ്പാത്തീസ്, റോട്ടീസ് എല്ലാം ഉണ്ട്. കോഴി വറുത്ത കറി, തായ് സ്ക്വിഡ്, തായ് സ്റ്റൈലിൽ സ്ക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നു. പനീർ ടിക്ക മസാല, ചില്ലി സോയ, പെസ്റ്റോ പാസ്ത, ഡ്രൈ ഫ്രൂട്ട് പുലാവ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പുലാവാണ്. സ്റ്റീം റൈസ്. ഇത് മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, വെജ് ആൻഡ് നോൺ വെജ്. ഇവിടെ ഇതിൽ ബിണ്ടി മസാല, ഒത്തിരി വെജ് ഡിഷസ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദാൽ ഹറ പ്യാസ, പിന്നെ പൊട്ടറ്റോ പൊടിമാസ്, എണ്ണ കത്തിരിക്ക, വെജ് സ്റ്റൂ, തക്കാളി രസം. രണ്ട് കാര്യങ്ങളുണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ആൻഡ് തക്കാളി രസം. എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ഡിസേർട്ട്സ്. ഇവിടെ ബ്രോക്കൺ വീറ്റ് പായസം ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ്. ദെൻ ക്രീമി ബനാന പൈ, ചെറിയ പൈ കപ്സ് ഉണ്ടല്ല, ഇതുപോലെ ചെയ്തിരിക്കുന്നത്. എഗ്ലെസ് ആണ്. ചോക്ലേറ്റ് ബ്ലാക്ക് മഞ്ഞ, ഇതും എഗ്ലെസ് ആണ്, ഈ പുഡിങ്ങും. ടിറാമിസു അഗെയിൻ എഗ്ലെസ്. അതവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു തോന്നുന്നു, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് ദിസ് ഈസ് ഫ്രഷ് ഫ്രൂട്ട് എഗ്ലെസ് അഗെയിൻ വെൻറ്റ്. ആൻഡ് ദിസ് ഈസ് മാംഗോ പ്രോഫിറ്റ് റോൾ. that's nice. And this is red velvet muffins. Okay. ലൈവ് കൗണ്ടർ വേറെ ഉണ്ട്, ഫ്രഷ് ആയിട്ട് കാര്യം. മോളെ, നമുക്ക് ഡിസേർട്ട്സ് ആൻഡ് സൂപ്പൊക്കെ കഴിക്കണ്ടേ? അവന് ഇതൊക്കെയാണ് ഇഷ്ടം. ഇപ്പം നമ്മുടെ കൂടെ നമ്മളൊരു ടീമാണ് ഇപ്പം. ദിസ് ഈസ് എ ലൈവ് കൗണ്ടർ. ഇവിടെ അപ്പം, ദോശ മുതലായ കാര്യങ്ങളൊക്കെ ലൈവായിട്ട്. റെസ്റ്റോറൻറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ ഇരിക്കാനുള്ള ഏരിയ. നൈസ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പം എത്ര പേര് വന്നാലും ഓക്കെയാണ്, നോ പ്രോബ്ലം. നമ്മൾ തുടങ്ങി. കുഞ്ഞിന് സൂപ്പ് കൊടുത്തു, അത് ക്രീം ഓഫ് ചിക്കൻ, ഇത് ചിക്കൻ നൂഡിൽ സൂപ്പ്. അടിപൊളി ബുഫയാണ്. ചോയ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൂടാണ്ട് ഷെഫ് സ്പെഷ്യലായിട്ട് കൊടുത്തേക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. മുന് വേണോ ഇത്? എൻ്റെ കൈ പിടിച്ചു. എല്ലാം ഒരു സാമ്പിളിങ്. അതിൻ്റെ കൂടെ ലൈവായിട്ട് അപ്പം ആൻഡ് ചൂടായിട്ട് ആൻഡ് ബട്ടർ നാൻ. ഇതാണ് രാത്രിത്തെ ഭക്ഷണം. ഇത് കൂടാണ്ട് കെബാബ് ഷെഫ് സ്പെഷ്യൽ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഡിസേർട്ട്സ്, അതൊരുപാട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാൻ പ്ലാനിങ്. ഒരാളിവിടെ കളിച്ചു.
യെസ്, ഞാനൊന്ന് തലമുടി ഒന്ന് പോണീറ്റെയിൽ കെട്ടിയിട്ട് ഇറങ്ങാം. ഇപ്പോൾ സമയം എത്രയായിരുന്നു? 9:30 കാണുമല്ലേ? 9:15. അയ്യോ, 10 മണി വരെ അല്ലേ? 10 o'clock വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങാം. യെസ്, നമ്മൾ മഹാരാജ സ്ട്രീറ്റിൽ നിന്നും പുറത്തിറങ്ങുന്നു. ഇനി ഇച്ചിരി നടക്കാം. ഇത് പകല് നമ്മൾ കണ്ടതേ ഇല്ലല്ലോ, രാത്രി വെളിച്ചത്തിലാണ് ഈ ഭാഗം എല്ലാം കണ്ടത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എല്ലാം ഗ്രീനറി. ഇപ്പം ഇച്ചിരി വെയിലായി കഴിഞ്ഞു. ഓ മൈ ഗോഡ്, അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് വെയിലടിക്കുവാണോ? ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സെറ്റിങ്. നമ്മളിങ്ങനെ നേച്ചറിൻ്റെ നടുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നും. ഞാൻ നോക്കി, എൻ്റെ വ്യൂ പോയിൻ്റാണ്. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. അതിന് ഫുഡ് എടുക്കാൻ പോയിരിക്കണു. മോളുടെ പോറിഡ്ജ് എന്താ വന്നേ? ഇതിപ്പോ മസാല ഓട്സ് ആണോ? അയ്യോ, മസാല ഓട്സ് പഴം. മസാല ഓട്സ് അവന് ഇഷ്ടാവോ? എടുത്തു ഞാൻ. പഴം ഉണ്ടല്ലോ. ഓക്കെ, കോൺഫ്ലേക്സ് ഹണി ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറേ ലൈവായിട്ട് ദോശ, മസാല ദോശ, പൊടി ദോശ, അങ്ങനെ എല്ലാം കിട്ടും. പ്ലസ് ഓൾ ദി കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കല്ലപ്പം, പഴം പുഴുങ്ങിയത്. അനുകുട്ടിക്ക് എന്താണ്? ഞാനിപ്പോൾ ചോക്കോസ് കഴിച്ചു കുറേ നാൾക്ക് ശേഷം. എൻ്റെ ഡെയിലി മുട്ട മതിയെന്നു. പൊടി ദോശ വിത്ത് 3 തരം ചമ്മന്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുവാണ്. ഓ, കാലൊക്കെ എടുത്ത് മേടി വെച്ചിരിക്കുന്നു. ഉറക്കം വരുന്നോ വീണ്ടും? പാട്ട് പാടിക്കോട്ടെ. റെസ്റ്റോറൻ്റൊക്കെ ഓൾമോസ്റ്റ് എംപ്റ്റി ആയി. നമ്മൾ ലാസ്റ്റ് ഡിന്നറിനും ലാസ്റ്റാണ് പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റും ലാസ്റ്റ് പേഴ്സൺസ്. റിലാക്സ് ചെയ്തു അതൊക്കെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 10:11 മണിയായതേ. നോക്കൂ, അനുക്കുട്ടിയും മോളും ഫ്രണ്ടിൽ പോകണു. യെസ്, ഇനി ഉച്ച കഴിഞ്ഞാണ് വെളിയിൽ ഇറങ്ങാൻ നല്ലത്. ഓ മോളി, എന്നെ ഇവിടെയാണ് ഫിഷ് ഫീഡിങ് അല്ലേ? ഇവിടെ അല്ലായിരുന്നോ? ഇപ്പോൾ അവരെല്ലാം താഴെ പോയി കേട്ടോ, മീനുകളെല്ലാം. അവിടെ ഉണ്ടോ? അയ്യോ, അതതിൻ്റെ കുട്ടികളായിരിക്കും. ആ, നിറച്ചുണ്ട്. അതിനെ ഫീഡ് ചെയ്യാനായിട്ട് ഫുഡും വെച്ചിട്ടുണ്ട് ഇവിടെ. കർമ്മ നന്നാവാനാണ് നമ്മുടെ കർമ്മ. ശരിയാവും, കർമ്മ മാറട്ടെ. ഇത്രയും കർമ്മ പോട്ടെ. കർമ്മ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടും. ഓക്കെ, ആ അതെ, അമ്മമാർക്ക് തന്നെ കൊടുക്കാം. ഫിഷ് ഫീഡിങ് നടക്കുന്നു. ഓ, ഇവർക്ക് ആഹാരം കഴിച്ച് മടുത്ത് കാണും. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കൊടുക്കും. യെസ്, നമ്മുടെ ഏരിയയിലേക്ക് എത്തി. അത് കായലാണ്, അവിടെ കായലും കടലും നല്ല വ്യൂ ആണ്. വൈകുന്നേരം പോയി നോക്കാം. മഹാരാജ സ്യൂട്ട് റൂം 224 ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് ശരിക്കും ഒരു വീട്ടിൽ കയറി വരുന്ന പോലെയാണ്. പടിപ്പുരയിൽ ഇങ്ങനെ നടപ്പാതയും പടി കയറി ഇങ്ങനെ വരുന്നത്. പഴയ ട്രഡീഷണൽ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഓടും അങ്ങനത്തെ മച്ചും തടി കൊണ്ടുള്ള ഡോറിൻ്റെ
കാർവ്ഡ്. രാത്രി ഇത് നമ്മൾ കണ്ടെങ്കിൽ ഇത്ര ക്ലാരിറ്റി ഇല്ലല്ലോ രാത്രി കാണുമ്പോൾ. ഇതെല്ലാം ഇങ്ങനെ ട്രഡീഷണൽ പാറ്റേണിലെ ബാക്കി കോട്ടേജസ് എല്ലാം കാണാം. എല്ലാം ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ് കോട്ടേജസ് എല്ലാം. ആടിക്കൊണ്ടിരുന്നാൽ മതി. എല്ലാ കോട്ടേജിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെയുണ്ട് ഹാമോക്ക്. അത് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട്. മോള് റിലാക്സ് ചെയ്തു. നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയേ. ആദ്യം ഒരു പേടിയായിരുന്നു, ഇപ്പൊ മനസ്സിലായി സേഫാണ് നെറ്റിനകത്ത്. കേട്ടോ പിന്നെ ചാടരുത്, ചാടിയ വീടും ഓക്കെ. നോക്കിയാൽ ഇവിടുന്ന് കുറച്ചുകൂടെ ക്ലിയർ വ്യൂ ഉണ്ട്. ലേക്ക് ഏരിയ പ്ലസ് ദ ബീച്ച്. നോക്കിയാൽ കടലും കായലും ഒക്കെ കാണാം. ഇവിടെ ഇപ്പൊ ഒരു ബോട്ടിങ്ങിന്റെ സമയമാണ്. ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ ബോട്ട്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാണാം. ആ ഭാഗത്തേക്ക് നമുക്ക് ഈവനിങ് ടൈം പോകാം. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൻ്റെ വക ദേ ഇന്നത്തെ അടിപൊളി അലങ്കാരം. ഇത് പ്രീത എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. പ്രീതയാണ് ഇവിടുത്തെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇവിടുത്തെ ചാർജ്. ഈ റൂമിൽ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു ബെഡിൽ. അത് പുള്ളിക്കാരിയെ ചെയ്തേ. ഇത് ഇന്നത്തെ സ്വാൻ, ടവൽ സ്വാനും കൂടെ ഇവിടുത്തെ തന്നെ പൂക്കളാണ്. അതായത് ഗാർഡൻ പൂക്കൾ, ചെമ്പരത്തി ഉണ്ട്. ഈ ഇതിനെ എന്താ പറയുക, നമ്മുടെ ചെമ്പകം പോലത്തെ ചെമ്പകം തന്നെയാണ്. ഓക്കെ, ശംഖുപുഷ്പവും അങ്ങനെയല്ല, അതെല്ലാം കൂടി വെച്ചിട്ട് ഓഹോ അടിപൊളിയായിട്ട്. വെരി നൈസ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. റീത താങ്ക് യു മാം. റീത ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഓരോ സൈഡായിട്ട്. ഓക്കെ, ഇന്ന് ഇങ്ങനെ കിടക്കും. ഇതൊക്കെ കണ്ടാൽ ഇത് അനക്കാൻ തോന്നില്ല. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഫുൾ റിലാക്സിങ് ആണ്. ഭക്ഷണം ഇവിടെ കൊടുത്തുവിട്ടപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഇവിടെ എന്താ പറയുക ബുഫേ അല്ല, ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബുഫേ. ഓക്കെ, ഒരു ഷെഫ്സ് പ്ലാറ്ററായിട്ട് സെപ്പറേറ്റ് കൊടുത്തു വെച്ചിരിക്കുക. ദാറ്റ് ഈസ് ഒരു സൗത്ത് ആൻഡ് നോർത്ത് മിക്സാണ്. ലെമൺ റൈസ്, ഒരു റോട്ടി, അവിയൽ, തോരൻ, രസം, ചിക്കൻ, ദെൻ ചിക്കൻ ടിക്ക, പനീർ ടിക്ക, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ 2 പ്ലാറ്റർ ഓഫ് കോംബോ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മോൾക്കൊരു കേർഡ് റൈസ് പറയാം. കേർഡ് റൈസ്, തൈര് സാധനം. ഓക്കെ, ആൻഡ് ചിക്കൻ സൂപ്പ്, ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. നമ്മളിവിടെ അല്ലാതെ ഓർഡർ ചെയ്ത് എക്സ്ട്രാ അല്ലേ ഇത് ലൈം സോഡ പിന്നെ ടെൻഡർ കോക്കനട്ട് മോൾക്ക് ഒരു ഫ്രൂട്ട് പ്ലാറ്റർ പറഞ്ഞിരുന്നു, അത് കൊടുത്തു. ഇപ്പം കറക്റ്റ് സമയം റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മഹാരാജ ഷൂട്ട്. ഉറങ്ങി എണീറ്റില്ല. 5:30 മണിയായി കറക്റ്റ്. നമ്മളൊരു 5:30ക്ക് അനുക്കുട്ടി ഞാനും കുഞ്ഞും കൂടി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ മോൾ ഉറങ്ങുന്നുണ്ട്. മോൾ എഴുന്നേറ്റിട്ട് പൂളിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി ഇറങ്ങും. ഓക്കെ, ബൈ ദ ടൈം ഞാൻ വിചാരിച്ചു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് ഇതുവഴി നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അത് കാരണം ബാക്കിൽ നിന്നാണ് നമ്മൾ വന്ന് കയറിയത്. ഈ ഫ്രണ്ട് എൻട്രൻസിൽ കൂടി തന്നെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി നമുക്ക് ആ ലേക്കിൻ്റെയും ബീച്ചിൻ്റെയൊക്കെ കാണുന്ന രീതിയിൽ അങ്ങോട്ട് പോവാം. എന്നിട്ട് മാത്രമല്ല ഫ്ലോട്ടിങ് കോട്ടേജസിൻ്റെ ആ ഭാഗത്തേക്കും കൂടി പോകാം. ഇതിങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടോ. ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹാമോക്കിലൊക്കെ കിടക്കാൻ വേണമെങ്കിൽ, ഒരു പുസ്തകം വായിക്കണമെങ്കിൽ വായിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ടോട്ടൽ റിലാക്സേഷനാണ്. അതിനുവേണ്ടി വരുന്നതാണ് ആൾക്കാർ മോസ്റ്റ്ലി. ഭയങ്കര പ്രൈവസിയാണ്. റിലാക്സ് ചെയ്ത് ഒരു 2 ദിവസം നിന്നിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്തിട്ട് പോകും. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ്. സ്റ്റേക്കേഷൻ മോസ്റ്റ്ലി ഇത് അഡ്വഞ്ചർ സ്പോർട്സ് ഗെയിംസ് അങ്ങനെയൊന്നുമല്ല. റിലാക്സിങ്, പൂൾ യൂസ് ചെയ്യാം, നല്ല ഭക്ഷണം കഴിക്കാം, ഇങ്ങനൊരു ഗ്രീനറിയുടെ ഇടയിൽ സുഖമായിട്ട് താമസിക്കാം, ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഇത് നടക്കാം. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ 87 കോട്ടേജസ് ആണ്. 25 acres ഓഫ് ലാൻഡാണ് കേട്ടോ ഇങ്ങനെ ലഷ് ഗ്രീൻ ആയിട്ട് കിടക്കുന്നത്. ഭയങ്കര രസം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ആ നാച്ചുറൽ ഹാബിറ്ററ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ ചിക്കു, നമ്മുടെ സപ്പോട്ട മരം കായ്ച്ച കിടക്കുന്നു. കുറേ പറിച്ചു തോന്നി. ഇതിപ്പോൾ 2-3 കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നടപ്പാതയുണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് പോകാൻ വേണമെങ്കിൽ ഇങ്ങനെ നടന്നു പോയാൽ എവിടെ എത്തുന്നു നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം സൺസെറ്റൊക്കെ വരാൻ പോണേ ഉള്ളൂ. ഒരു 6:30 ആകുമ്പോൾ സൺസെറ്റ് ചെയ്യും. സൂര്യൻ ഇപ്പം ഏകദേശം ഈ പൊക്കത്തിൽ നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിങ്. അതാണ് ഞാൻ കണ്ണാടി എടുത്തു വെച്ചു. കാര്യം നല്ല ഡയറക്റ്റ് സൺറൈസ് ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്തടുത്ത് വേറെയും പ്രോപ്പർട്ടീസാണ്. പക്ഷേ ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. 25 acres ഓഫ് ലാൻഡ്. ഇതൊരു ഡെഡ് എൻഡ് പോലെ വന്ന് അവസാനിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവാം, തിരിച്ചു പോവാം.
നല്ലൊരു ഈവനിങ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് ഇതിനൊക്കെ പറ്റിയത് കേട്ടോ. ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, റിലാക്സേഷന് പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ആവശ്യത്തിന് കിടന്നുറങ്ങാം, ആവശ്യമുള്ളപ്പോൾ എഴുന്നേക്കാം, ഭക്ഷണം കഴിക്കാം. റൂം സർവീസ് ആണെങ്കിൽ അങ്ങനെ. പിന്നെ രാവിലെ ഒരു വാക്കിന് പോകാം, വൈകുന്നേരം ഒരു വാക്കിന് പോകാം, കടൽ കാഴ്ചകൾ കാണാം. സോ നൈസ്. ഇവിടെ യോഗ സെൻ്റർ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഈ ആയുർവേദിക് ആ ഏരിയയിലേക്കൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഇത് യോഗ സെൻ്ററിൻ്റെ ബോർഡ് വെച്ചിരിക്കുവാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഏരിയ തന്നെ ഉണ്ട് യോഗയ്ക്ക് വേണ്ടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നു ആ യോഗ മാറ്റ്സൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ആ ഒരു ഏരിയ, യോഗ രാവിലെ നടക്കുന്ന യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം. കടലാണ് പുറത്തേക്കുള്ള വ്യൂ, കടലും കായലും. കുറേ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ, ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ശരവണ ഭവൻ്റെ അത് കാണാം. ചില്ലീസ് എന്ന് പറഞ്ഞ് വേറുന്ന അവിടെ. ഇതാണ് ഒരു ഏരിയ. ഓക്കെ, നടന്ന് കാണാൻ തന്നെ എന്തോരം ഉണ്ടെന്ന് നോക്കിയാൽ. കംപ്ലീറ്റ് തെങ്ങും തോപ്പും അതിനിടയിലൂടെയാണ് ഈ സഞ്ചാരം. ഒരു കാര്യവും മാറ്റിയിട്ടില്ല, വളരെ നാച്ചുറലായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളി. എന്ത് കാറ്റാ ഇവിടെ ഇപ്പോൾ. ഈവനിങ് ടൈം, മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് നമ്മൾ ഇതുപോലെ വാക്കിനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കേണ്ടത്, ഫോട്ടോസ് എടുക്കാനും ഒക്കെ. പക്ഷേ ബാക്കി ഉച്ചയ്ക്കൊരു സമയമുണ്ട്, വെയിലുള്ള സമയം. അപ്പോൾ റൂമിൽ റിലാക്സ് ചെയ്യാം. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു ഹാമോക്കിൽ ഒരു ചേച്ചി കിടക്ക് നോക്കി, അതെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ വേണമെങ്കിലും നിന്ന് സെൽഫി എടുക്കാം. നല്ല രസമുള്ള സ്പോട്ട്സും ഒക്കെയാണെന്ന് തോന്നുന്നു ആൾക്കാരിങ്ങനെ. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഊഞ്ഞാലാടാം. ഇതിനി അനങ്ങണം, കാല് താഴെ കുന്നി പോകണം. എനിക്ക് എന്താ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന വ്യൂ നോക്കിക്കോളൂ. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവരുടെ ചായക്കട ആൻഡ് ചെറിയ തട്ട് പോലെ വെച്ചതും, പിന്നെ ചെറിയൊരു കാപ്പി റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിവരുടെ ചെറിയൊരു സ്ഥലം. കപ്പ മെനു എന്ന് പറഞ്ഞിട്ട്, അതൊരു കപ്പ റെസ്റ്റോറൻറ്റ് പോലെ കുഞ്ഞു കാര്യം. അതിനോട് ചേർന്നാണ് ആ ഒരു രാത്രി നമ്മൾ വന്നപ്പോൾ ചായ കുടിച്ച് ആ ഏരിയ. എന്താ അവിടെ ഇതൊരു മനോഹരമായൊരു പോയിന്റ് കേട്ടോ. ഇവിടെയും ഫോട്ടോസ് എടുക്കാനും റിലാക്സ്, ചായ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കാം. ഇതൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ഈവനിങ് സമയമാണ്. കംപ്ലീറ്റ് ബോട്ടിങ്ങിൻ്റെ ബോട്ട്സ് നമ്മുടെ ഈ റിസോർട്ടിന് മാത്രമല്ല, പല പല റിസോർട്ട്സ് അറേഞ്ച് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടിംഗ് സർവീസസ് ഈ ഒരു റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് അത് പൊഴി മുറിയുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് ആ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ ബീച്ച് ഏരിയ. അതിനപ്പുറം കടലാണ്. ഇത് കായലിൻ്റെ സൈഡാണ്. വർഷത്തിലൊരിക്കലാണ് പൊഴി മുറിഞ്ഞ് കടലും കായലും ഒന്നിച്ചു ആകും വെള്ളമൊക്കെ കൂടുന്ന സമയത്ത്. ഇപ്പം ഈ അവിടെ കൊണ്ട് നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ടല്ലോ, ആ ബീച്ച് ഏരിയയിലാണ് നമ്മൾ ഇറങ്ങുന്നതും. അവിടെ ഇങ്ങനെ കളിച്ച് നടക്കും, കുറേ കാര്യങ്ങളുണ്ടല്ലോ. പച്ചമാങ്ങയും ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് തിരിച്ചും നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അന്നേരം അവിടെ കുറേ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. പോകുന്ന വഴിക്ക് നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഈ ഒരു പൂവാർ ഐലൻഡ് റിസോർട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു ഫ്ലോട്ടിംഗ് കോട്ടേജസ്. അത് നമുക്ക് പോയി കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മഹാരാജാസ് യൂട്ടിലും ഒരു ദിവസം ഫ്ലോട്ടിങ്ങിലും താമസിക്കാമെന്ന് പ്ലാൻ ചെയ്താൽ വന്നേ. പിന്നെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു രാത്രി ഫ്ലോട്ടിംഗ് കോട്ടേജിൽ ചെറിയ അനക്കമൊക്കെ വരികയാണെങ്കിലോ വിചാരിച്ചിട്ട് ഓപ്റ്റ് ചെയ്തില്ല. പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. വേണമെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്യാം. ഒരു ടോട്ടലി റിലാക്സിങ് എക്സ്പീരിയൻസ് തന്നെ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഓപ്പറേഷൻസ് മാനേജറിനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ എനിക്ക് കാണിച്ചു തരുമല്ലോ. യെസ്, അങ്ങനെ ഫ്ലോട്ടിംഗ് കോട്ടേജിൻ്റെ ഒന്നിലെ അകത്തേക്ക് കയറുന്നു. വാ, നല്ല മണം. ഇതൊക്കെ ഓക്യുപ്പൈ ചെയ്യാനായിട്ട് കറക്റ്റാക്കി നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുവാണ്. നീറ്റ്, സോ നൈസ്. ഇത് ബെഡ്റൂം. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്.
നമ്മൾ രാത്രി വന്ന ബോട്ട് ജെട്ടിയാണിത്. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള കോട്ടേജാണ് അല്ലേ ഫ്ലോട്ടിങ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വ്യൂ അല്ലേ, വൈകുന്നേരം ഭയങ്കര രസമാണ്, സൺസെറ്റ് ഒക്കെ കാണാം, ബ്യൂട്ടിഫുൾ വ്യൂ. ഈ പൊഴി മുറിയുന്നത് ഏതാണ്ട് ഏത് ഭാഗത്തായിട്ടാണ്? ഇവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ, ആ മൺതിട്ട ഭയങ്കര പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് അല്ലേ? ഓ, ഇത് ബെഡ്റൂമിൽ നിന്ന് നേരെ വന്നിരിക്കാം. വാഷ്റൂം അവിടെ. നൈസ്, വെരി നൈസ്. ഇതൊക്കെ എത്ര ടാരിഫ് നോർമലി? ഓഫ് സീസൺ ആണ്, സീസൺ ഓക്കെ. ഓഫ് സീസൺ 14,500, സീസണിൽ 16,500. അത് കൂടുതലല്ല കേട്ടോ, ആക്ച്വലി കുറവാ. 16,500 പ്ലസ് ടാക്സസ് അല്ലേ, ഇൻക്ലൂഡിങ് ടാക്സ്. ഓക്കെ. ആഹാ, എത്ര മനോഹരമായ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നിട്ട്. ഇതും പുറത്തേക്ക് നമുക്ക് ബാൽക്കണി ഇറങ്ങി നിൽക്കാം, ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ തുറന്നിട്ടിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. എന്ത് ഭംഗിയാ ഇവിടെ ഇങ്ങനെ നിന്ന് കാഴ്ച കാണാൻ. അയ്യോ, രക്ഷയില്ല. സോ നൈസ്. ഇരുന്നും വേണമെങ്കിൽ കാണാം, നിന്ന് വേണമെങ്കിലും കാണാം. നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ബോട്ടിങ്ങിൽ ഇതുവഴി പോവാണെങ്കിൽ വേവ് ചെയ്യാം. നൈസ്. മഹാരാജ സ്യൂട്ടിന്റെ റേറ്റ്സ് എത്രയാണ് സാർ? 17,500 അല്ലേ? ഓക്കെ, ശരി. ദാറ്റ് ഇസ് ദ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള. അത് കഴിഞ്ഞാൽ ഇതാണ് കോട്ടേജ് ആണ് വരുന്നത്, ഫ്ലോട്ടിംഗ് കോട്ടേജ്. ഓക്കെ, 17,500, ഇത് 16,500. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് 17,500ന്റെ ആ ഒരു പ്രീമിയം റൂമാണ് മഹാരാജ സ്യൂട്ട്. നമ്മളിവിടുന്ന് ആയുർവേദിക് റിസോർട്ടിന്റെ ഭാഗത്തേക്ക് പോണു. ഇന്നോട്ട് ഇതാണ് ഇവിടുത്തെ ആയുർവേദിക് സെന്റർ എന്ന് തന്നെ പറയാം. ഇതിന്റെ ആ ഭാഗത്ത് അതിന്റെ ഫസ്റ്റ് എൻട്രൻസിലേക്ക് കയറുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു. വില്ലേജ് അല്ലേ? ഓ, പൂവാർ ആയുർവേദിക് വില്ലേജ് എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓ, ഓക്കെ ഓക്കെ. ഇത് കംപ്ലീറ്റ് റിജുവിനേഷൻ പ്രോഗ്രാമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇവിടെ സാധാരണ കൂടുതൽ ഫോറിനേഴ്സിന്റെ അത്രയും ആൾക്കാരുണ്ടാവും. പൂവാർ ആയുർവേദിക് വില്ലേജ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഫ്ലോട്ടൽസ് ഇന്ത്യ പ്രൈവറ്റ്. ഓക്കെ, അതിന്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. ഇത് വലിയൊരു പ്രോഗ്രാമിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇവിടെ വരുന്നവര് ഇത് ആയുർവേദിക് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. ദിസ് ഈസ് ആയുർവേദിക് വില്ലേജ് പ്രോഗ്രാമിന്റെ ഒരു ചാർട്ട് തന്നെ ഉണ്ട് അവർക്ക്. മെഡിറ്റേഷന്റെ സമയം, പിന്നെന്താ പറയുക, ബീച്ച് വിസിറ്റ്, യോഗ ക്ലാസ്, മെഡിറ്റേഷൻ ക്ലാസ്, കുക്കിംഗ് ക്ലാസ്, അങ്ങനെ അങ്ങനെ ഒരു ഫുൾ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൺഡേ ടു സൺഡേ. ഒരു കാണുമ്പോൾ അറിയില്ലേ ഇവിടെ ഭയങ്കര വ്യത്യാസമാണ്. ഓ, ഫുൾ മ്യൂറലാണല്ലേ, അടിപൊളി. ഇതാണ് ഈ പൂവാർ ഐലൻഡ് റിസോർട്ടിലെ ആയുർവേദിക് വില്ലേജ്. എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ വരുന്നവർ മോസ്റ്റ്ലി ഫോറിനേഴ്സാണെന്ന് പറയുന്നു. ഇന്ത്യൻസും വരാറുണ്ടാവും, നോർത്ത് ഇന്ത്യൻസൊക്കെ. പക്ഷെ അതിങ്ങനെ ഒരു 1 month 2 months പാക്കേജിൽ, അതായത് കംപ്ലീറ്റ് ഒരു ആയുർവേദിക് 21 ദിവസത്തെ മിനിമം 21 days ആണ്. എല്ലാ ട്രീറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു സംഭവമാണ് ഇത്. അവരുടെ ഫുഡും വേറെയാണ്. ഇതെല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിലുള്ള ഭക്ഷണവും. പിത്തം, വാദം, കഫം, ഇങ്ങനെയാണല്ലോ പറയുന്നത് ഒരു ആയുർവേദത്തിൽ പറയുന്ന ദോഷങ്ങൾ അല്ലേ. ഇത് ഇവിടുത്തെ കോട്ടേജസ് ആണ് കേട്ടോ, ആയുർവേദിക് വില്ലേജിനകത്തുള്ള. അവർക്കൊരു സെൻട്രൽ പൂളുണ്ട്, സ്വിമ്മിങ് പൂൾ വേറെ സെപ്പറേറ്റ്. ഇത് വേറൊരു ലോകമാണ് ഇവിടെ. ഫുൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും റിജുവിനേഷനും ഒക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. ഇതിൽ ഒരു കോട്ടേജും കൂടി വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കാണാം. ഇവിടെ 27 കോട്ടേജസ് എന്നല്ലേ പറഞ്ഞേ അല്ലേ? 27 കോട്ടേജസ് ആണ് ആയുർവേദിക് വില്ലേജിനകത്തുള്ളത്. ഓ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, എന്ത് രസമായിരിക്കുന്നു.
ഇത് ട്രീറ്റ്മെൻറ്റ് ഏരിയ ആണ്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്, ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്. ഒരു കഥകളി തന്നെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഉണ്ടാക്കിയത്. ആണോ? ഷോ നൈസ്. ആയുർവേദിക് സെൻറ്റർ. ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. രണ്ട് ഡോക്ടേഴ്സ് എപ്പോഴും ഉണ്ടാകും ഇവിടെ, കൺസൾട്ടേഷനും എല്ലാം നോക്കുന്നതായിട്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലേ? NAPH. എൻ്റെ പേരെന്താ? NABH സർട്ടിഫൈഡ് ആണ്. ഓക്കെ ഹോസ്പിറ്റൽസ്. അപ്പോൾ ഇതാണ് ഒരു ഏരിയ. ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല ഒരു രക്ഷയില്ല. ഇവിടെയാണ് ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ. ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടൊരു ഈ ചുവരിൽ തന്നെ കുറേ ഗസ്റ്റുകളുടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ റിപ്പീറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഗസ്റ്റുകളുടെ ഒരു പിക്ചറാണ്. കംപ്ലീറ്റ് ഹാൾ ഓഫ് ഫെയിം. ഉക്രൈൻ ഗ്രൂപ്പ്. ഓക്കെ, 12 പ്രാവശ്യം വിസിറ്റ് ചെയ്തവരുണ്ട്, 8 പ്രാവശ്യം ഉള്ളവരുണ്ട്. ഓ അത് ശരി, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്. പഞ്ചകർമ്മ റൂംസ്. ഉണ്ടാവില്ല. ഓക്കെ. ഓ ഇത്രയും. ഇതൊരു മുറിയാണോ? വാവ്. ഓക്കെ, ഡിം ലൈറ്റ് ആണ് ജനറലി വെച്ചിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സത്യമാണെന്ന് തോന്നുന്നു. ഇത് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന കട്ടിലും അങ്ങനത്തെ തടിയുടെ ഇത്, പിന്നെ ഇത് സ്റ്റീം ചെയ്യുന്ന ഭാഗം, ഇത് കുഴിച്ചിൽ കാര്യങ്ങൾ, ഓയിൽ, പിന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും, ശിരോധാരയുടെ ആ സംഗതികളൊക്കെ ഇവിടെ വയ്ക്കും. ഇതെല്ലാം ചെയ്യും. പിന്നെ ഇതാണ് സ്റ്റീം ചെയ്യുന്ന സ്റ്റീം ബാത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുളിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ ഇതൊരു ഓപ്പൺ എയറും കൂടെ വെച്ചിട്ടുള്ളൊരു നല്ല രീതിയിലാണ് ചെയ്തത്. ഇങ്ങനെ എത്ര റൂംസ് ഉണ്ട് ഇവിടെ? 16 ട്രീറ്റ്മെൻറ്റ് റൂംസ്. ഓ വെൽ ഓർഗനൈസ്ഡ്. സിംഗിളായിട്ട് വരികയാണെങ്കിൽ പെർ ഡേ 14,000 റുപ്പീസ്, കപ്പിളായിട്ട് വരികയാണെങ്കിൽ 25,000 പെർ ഡേ. അങ്ങനെ മിനിമം 21 days എങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 7 days വെച്ച് തുടങ്ങുന്നുണ്ട് അല്ലേ? 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. 14,000 രൂപ വെച്ചിട്ടാണെങ്കിലും സിംഗിളായിട്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ഓ നൈസ്. ഇത് വാഷ് ഏരിയ, കുളിക്കാനും മറ്റു കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട്. ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഇതുപോലെ 16 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. ഓ മൈ ഗാഡ്, നൈസ്. നല്ലൊരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഈ 5 ഏക്കർ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ? ആയുർവേദ വില്ലേജ് 5 ഏക്കേഴ്സിലാണ് നിൽക്കുന്നത്. ഓ നൈസ്, നല്ല കോൺസെപ്റ്റ്. എന്ത് മനോഹരമായ ഒരു കോൺസെപ്റ്റ്, ഒരു ആയുർവേദിക് വില്ലേജ്. ഈ പൂവാറിൽ എത്ര പേർക്കറിയാം? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇവിടെ ഇതിനു മുന്നേ വന്നെങ്കിൽ എനിക്ക് ആയുർവേദിക് വില്ലേജിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. എനിക്ക് കണ്ടിട്ട് മതിയാവില്ല. ശരിക്കും ഒരു 7 ദിവസമെങ്കിലും വന്നാൽ കൊള്ളാമെന്ന്. പെർ ഡേ 14,500 ആകും ഫുൾ ട്രീറ്റ്മെൻറ്റ്. 7 days to 21 days ആണ്. പല ടൈപ്പ് ഓഫ് കപ്പിളായിട്ട് വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാം, നമുക്ക് റിജുവിനേറ്റഡ് ആകാം. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും എല്ലാം ട്രീറ്റ്മെൻ്റ് ആണല്ലോ. ഈവൻ ആയുർവേദിക് ഫുഡ് വരെ നമുക്കിവിടെ കിട്ടുന്നു. ഇതൊരു കോട്ടേജ് കാണാൻ വേണമെങ്കിൽ. യെസ്, ഇതൊരു സ്റ്റാൻഡേർഡ് റൂം. ഓ നൈസ്. ഒരു സെമി ഓപ്പൺ ബാത്റൂമാണ് അതിനോടൊപ്പം. 10, 18, 23 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫോറിനേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വരാറുണ്ട് എല്ലാ വർഷവും 1, 2 പ്രാവശ്യം. Miss Arina, okay. Yes. Miss, you are from Russia? Yes, I'm from Russia. Okay. This is, you have come here repeatedly. Yes. So this is the... This is my favorite place in the Okay. world, really. your favorite place in the world? Yeah. How many years you have been here? Every year you come twice or? Yes, like? twice. And the first 2 years, I went 3 times a year. Oh. Came because it was really for me Uh-huh. helpful. Okay. You are an
Russian actress. Yes, I'm an actress. Okay, she's an actress from Russia. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. ഇപ്പോൾ എത്ര പ്രാവശ്യം? This is the 25th time you are coming here. Oh my. I already have my wonderful Irina nest. Oh, you always come and stay here only? Yes, Always. In This one. Yes. Oh, okay. You have it. Okay, a cottage in your name. Your own room. Irina nest. Arena nest. Okay. It's very sweet Oh. that they present me. Oh, this room for you. Yeah. Okay, nice. പുള്ളിക്കാരിയുടെ പേരിൽ ഇറീന നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മുറി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 25ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. 25 times റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. But I can say that every year Yes. I'm enjoying more and more and more because Finally you'll settle here, I think. and especially because of the all the people who is working Yes. for this place. Okay. They are really here very nicely Okay. for everything what people need, what we're asking for, and they improve Okay. everything for us. Really. Yeah. And it's really enjoyable, I can say. Yeah. Thank you Nice very to know. much. Thank you so much. Thank you so much. നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ അനുക്കുട്ടി മോളും ദേ വരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പൂളിലേക്ക് പോകാന്നുള്ളതാണ്. അനുമോളെ ഞാൻ എത്തി. ഇതാരാ നോക്കിയേ? Say hi. 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 Her name is Saraswati. The goddess name. Beautiful. Wow. Hi. Hi. How are you? നമ്മളെല്ലാവരും സ്വിമ്മിങ് വേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വെള്ളത്തിലാണ്, രാത്രിയായി. ഓക്കെ, ലെറ്റ്സ് ഗോ. അനു മോള് റെഡി, ഞങ്ങളെല്ലാവരും റെഡി. അപ്പോൾ നമ്മുടെ സ്വിമ്മിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് നല്ല എൻജോയ് ചെയ്തു. ഞങ്ങൾ കാര്യമായിട്ടൊന്നും സ്വിം ചെയ്തില്ല, മോളുടെ കൂടെ ഇറങ്ങാൻ വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ് ടയർഡായിട്ട് വന്നു. ഒരു കുളിയെല്ലാം കഴിഞ്ഞു. മോൾ എൻജോയ് ചെയ്തു. ഇനി ഞങ്ങളുടെ ഭക്ഷണം, ഡിന്നർ, ഇത് തന്നെയാണ് പരിപാടി. റിലാക്സ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ചെയ്ത് റിജുവിനേഷൻ, റിലാക്സേഷൻ ഡേയ്സ് ആണ് നമ്മുടെ സ്റ്റേക്കേഷൻ. ഈ സ്റ്റേക്കേഷൻ അതാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ആരുമില്ല. പൂളെല്ലാം 6:30 ആകുമ്പോൾ ക്ലോസ് ചെയ്തു. ഇന്ന് 6:30, 7. ഓക്കെ. ഇത് കണ്ടല്ലോ, പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ. വെരി നൈസ്. ആ സ്റ്റാർട്ടർ കൂടെ കഴിക്കുമ്പോൾ നോക്കും, അതിൻ്റെ കൂടെ അടിപൊളി. അങ്ങനെ അടിപൊളി ഒരു ഡിന്നറും കഴിഞ്ഞു. അനുക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ? ഉഗ്രൻ. മോളാണെങ്കിൽ
മോള് ഹാപ്പി. മോള് കുറേ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഇഷ്ടമുള്ള എല്ലാം ഒന്ന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം പിന്നെ രണ്ടാമതും അതെടുക്കുള്ളൂ. കുഞ്ഞിന് ആപ്പിൾ പ്യൂറി കൊടുത്തു, കോക്കനട്ട് സൂഫ്ലേ കൊടുത്തു, പുഡിങ്. ഓക്കെ, പിന്നെ തൈര് സാധനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ഞങ്ങൾ സൂപ്പെല്ലാം കുടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഇനി ഒരു 10:30 വരെയാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ. നമ്മളിപ്പോൾ ഏകദേശം 9:30 ആയി അല്ലേ? 9:30 കഴിഞ്ഞു അല്ലേനോ? 9:30. ഇനി തിരിച്ചിനി വേറെ പണിയൊന്നുമില്ല. ഇനി മുറി ചെന്ന് റിലാക്സ് കടന്നുറങ്ങുന്നു. രാവിലെ 10 മണിക്ക് മുന്നേ എഴുന്നേറ്റല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്തിന് കഴിക്കാൻ പറ്റുള്ളൂ. ഉറക്കം പരമപ്രധാനം. കാര്യം ഇത് നമ്മൾ റിലാക്സ് ചെയ്യാൻ വന്ന ദിവസങ്ങളാണ് ഈ 2 ദിവസം. വർക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് റിലാക്സ്. വിഷ്ണുവിനെയും പാർവതിയെയും ഭോജനെയും എല്ലാം ഞങ്ങൾ വീഡിയോ കോളിലാണ് സംസാരിച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ എന്താണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇവൻറ്റ്ഫുൾ ഡേ ഇന്ന് അവസാനിക്കുന്നു. ഇനി നാളത്തെ വിശേഷം. നാളെ നമ്മൾ ചെക്കൗട്ടാണ്. ഉച്ച കഴിഞ്ഞ് നമ്മൾ പോകും. അത് കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. കൂടുതൽ സമയം ഉറങ്ങാനാണ് സാധ്യത. ഇവിടെ ആയുർവേദിക് വില്ലേജിലും കൂടെ വന്നൊരു 21 ദിവസം താമസിക്കാൻ പറ്റിയ എക്സലൻ്റ് ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരുപാട് പൈസയാകും. 7 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? പക്ഷെ അത് വേർത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സംഭവം വർഷം തോറും വരുന്നവരുണ്ട് ഇവിടെ. വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നവരുണ്ട് റിപ്പീറ്റ് ചെയ്ത്. പക്ഷെ കൂടുതലും ഫോറിൻ ഗസ്റ്റാണ് ആ കാര്യത്തിൽ. ഓക്കെ മോളെ, പോവാം നമുക്ക് റൂമിലേക്ക്. ലെറ്റ്സ് ഗോ. എല്ലാം എടുത്താനോ? ഓക്കെ, ലെറ്റ്സ് ഗോ. പുതിയ ബാഗ് അമ്മൂൻ്റെ നല്ല ബേബി പിങ്ക് ബാഗ്, അടിപൊളി. ലെറ്റ്സ് ഗോ. അവനിങ്ങനെ കൊട്ടി മതിയായില്ല. ഓക്കെ. റീപാക്കിംഗ് ആണ് ഏറ്റവും പാട്. തിരിച്ചു പോകുന്നത്. വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാക്കിംഗ് ആണല്ലോ. തിരിച്ചു പോകുമ്പോൾ വിഷമം. പുടുവിന് വിഷമം. പുടുമോളെ, പുടു അറിയുന്ന പോലും ഇല്ല. പുടുവിൻ്റെ അമ്മയ്ക്കാണ് ഏറ്റവും വിഷമം തിരിച്ചു പോകുമ്പോൾ, സ്റ്റേക്കേഷൻ കഴിഞ്ഞ്. പക്ഷെ എന്താ പറയുക, പോയേ പറ്റൂ. നമുക്ക് ജോലിയില്ലേ എല്ലാവർക്കും, അതാണ്. ഇതൊക്കെ നമ്മളൊരു ബ്രേക്കായിട്ട് എടുക്കുന്നതാണ്. ഇനി ചെന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും, പിന്നെ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ അത് വേണം, മസ്റ്റാണ്. വി നീഡ്, എല്ലാവർക്കും വേണ്ടതാണ് റിലാക്സേഷൻ എന്നുള്ളൊരു കാര്യം. അത് ഭയങ്കര വില കൂടിയ ഡെസ്റ്റിനേഷൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ പിന്നെ എന്താ പറയുക, ബഡ്ജറ്റിനനുസരിച്ചിട്ട് 1 ഡേ ട്രിപ്പ് ആകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയൊരു കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വേണമെങ്കിലാകാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്തായാലും ഒരു മാറ്റം എപ്പോഴും നല്ലതാണ് കുറേ ജോലി ചെയ്ത് കഴിയുമ്പോൾ. പുടുവിൻ്റെ പുതിയ ഉടുപ്പിൻ്റെ ഇതുപോലും മാറ്റിയിട്ടില്ല. അത് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്. പുടുക്കുട്ടി റിലാക്സ് ചെയ്ത് കിടക്കുകയാണ് വിശാലമായിട്ട്. കളിയാണെന്നാണ് വിചാരം. കളിച്ചോണ്ടിരിക്കുന്ന മോളെവിടെ? പുടുമോളെ. അയ്യോ, ഡ്രസ്സിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നു. ലാസ്റ്റ് മുഖത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ, ഉള്ളി. ഇനി കണ്ണൊക്കെ എഴുതണം. അനുകുട്ടി കഴിഞ്ഞു. ഞാനാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ആവാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്തു നിന്നും പോകാൻ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. സോ നൈസ്, ഇറ്റ് വാസ് എ വെരി റിലാക്സിങ് എക്സ്പീരിയൻസ്. അങ്ങനെ വളരെ സന്തോഷമായിരുന്നു. അവസാനത്തെ പൂളും കൂടി കയറി ഇറങ്ങിയപ്പോൾ സമാധാനമായി. പൂളിൽ കുറച്ച് നേരം, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പൂൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. മോൾക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ കിഡ്സ് പൂളിലാണ്, കിഡ്സ് സെക്ഷനിലാണ് ഞങ്ങൾ നിന്നത്. അതുകൊണ്ട് വേറെ സ്റ്റൈലാണ്. ഓക്കെ, അത് പക്ഷേ വേറെ കുഴപ്പമുണ്ട്. മുടി കുറച്ചൊക്കെ നനഞ്ഞു, അതുകൊണ്ട് കുറച്ച് ഫ്രിസിയായി. പൂളിലെ വെള്ളം മുടിക്ക് നല്ലതല്ല. പോകാം. ഇപ്പോൾ വെയിലായി സമയം. ഉച്ചയ്ക്ക് 12:30 നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജറിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് മാർഗം ഇങ്ങോട്ട് വന്നപ്പോൾ ബോട്ടിൽ വന്നൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബോട്ടിൽ നമ്മൾ പോകുന്ന ആ ഒരു തിരിച്ചുള്ള മടക്കയാത്രയും കൂടി കാണും. വി ആർ റെഡി, പോകാൻ പോകുന്നു. ഓൾമോസ്റ്റ് എല്ലാം പാക്ഡ്, ഓൾ പാക്ഡ്. ഓക്കെ, അങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. പക്ഷേ എന്നാലും ഒരു സത്യമുണ്ട്. എന്താണ്? വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ജോലി ഉണ്ടാവും, പല കാര്യങ്ങളാണ് എല്ലാവരും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് ഒരു സ്മോൾ ബ്രേക്ക്. കുറേ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നിട്ട് ചെറിയ ബ്രേക്ക് എടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെയും വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും. അതാണ് വേണ്ടത്. ഇനി കുറേ ദിവസത്തെ എനർജി ആയി ഹാർഡ് വർക്കിനുള്ള ശേഷം
അതെ, റിജുവിനേഷൻ ഇപ്പൊ തൽക്കാലം 2 ദിവസം കൊണ്ടായി. ഓക്കെ, നല്ലതാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ വെളിയിലത്തെ സിറ്റ് ഔട്ട് പോർഷനിലേക്കൊക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ അവിടെ കടൽ കാണാം, കായൽ, കടൽ, ബോട്ട്ചേട്ടിയൊക്കെ ആ ഭാഗത്താണ്. ഇതൊരു 25 acres ഓഫ് ലാൻഡ് അല്ലേ, ഒത്തിരി ഉണ്ട്, ഒത്തിരി. തൊട്ടടുത്ത കോട്ടേജ്. സോ നൈസ്. വെയിലുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഇവിടെ പുറത്തിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ മോളെ, ആഹാ എന്ത് നല്ല കാറ്റ്, തലമുടിയെല്ലാം പറക്കുന്നു. മോൾ എൻജോയ് ചെയ്യുന്നു കാറ്റ്. മോനെ, കാറ്റാണോ ഇത്? കാറ്റ് പുടുമോളെ. നല്ല വെയിലാണെങ്കിലും ഈ ഒരു സമയത്ത് ഇപ്പോൾ 1 o'clock ടൈം, ബട്ട് നല്ല കാറ്റ്. ഓട്ടോ ഈസ് കമ്മിങ്. നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ ഈസ് ഹിയർ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് തിരിച്ചു പോകാനേ തോന്നില്ല, അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വലിയ സന്തോഷം. അപ്പോൾ ഇനിയും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാര്യം അത്രയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാം, എൻജോയ് ചെയ്യാം. നൈസ് പ്ലേസ്. പക്ഷേ ഇത് ഓണത്തിന്റെ ആൾക്കാർ അതൊരു ഗ്രൂപ്പാണ് അല്ലേ? ഇപ്പൊ ഡേ പാക്കേജസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാ വരാ? അത് മോർണിംഗിൽ വന്നിട്ട് 10 to 5 o'clock ആണ്. മോർണിംഗിൽ വെൽക്കം ഡ്രിങ്ക്സ് ആണ് അവൈലബിൾ. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാവും, ബഫറ്റ് ലഞ്ച് ഉണ്ടാവും. ദെൻ ഈവനിങ് ടീ, കോഫി, സ്നാക്സ് ഉണ്ടാവും. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിങ്ങും ചേർത്തിട്ടുള്ള പാക്കേജും ഇത് ഞങ്ങൾ 1,700 ഇൻക്ലൂഡിംഗ് വന്നിട്ട് ഇൻക്ലൂഡിംഗ് ലഞ്ച്, ഈവനിങ് ടീ, കോഫി, ആക്ടിവിറ്റീസ് എല്ലാം കൂടി ബൈ ബോട്ടിൽ കൊണ്ടുവരുന്നത്. ബൈ ബോട്ടിൽ കൊണ്ടുപോകുന്ന എല്ലാം കുറിച്ച് പിന്നെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊണ്ടുവരുന്നത് വയലിലേക്കാണ്. ബോട്ടിലാണ് ഇവിടെ വരുന്നത്. ബോട്ട് ജെട്ടിയിൽ നിന്ന് ഈ ബോട്ട് ജെട്ടിയിൽ എത്തണം, തിരിച്ചും കൊണ്ടുവരും. അപ്പോൾ അതുപോലെ 1700 ഡേ ട്രിപ്പിന് അടിപൊളിയാണ്, അതും നല്ലത്. പിന്നെ വന്നിട്ട് ക്രൗഡ് ഉണ്ടെങ്കിൽ ഒരു 25 above ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു റൂം വാഷ് ചെയ്യുന്നു. ഉണ്ട് അല്ലേ? 25-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വാഷ് ആൻഡ് ചേഞ്ചിന് കൊടുക്കണം. സ്വിമ്മിംഗ് പൂളും ഒക്കെ യൂസ് ചെയ്യാം അല്ലേ? സ്വിമ്മിംഗ് പൂൾ. വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം അല്ലേ? നല്ല ഇങ്ങനെ തിര വന്നടിക്കുന്ന പോലെ. ഇപ്പൊ ആക്ച്വലി ബണ്ട് മുറിഞ്ഞു കിടക്കുന്ന സമയമാണോ? ഓപ്പണായി കിടക്കാണ്. എസ്റ്ററി ഈസ് ഓപ്പൺ. കറക്റ്റ്. അത് കടലിനായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ആ കടൽ വെള്ളം ഇതും കൂടി മിക്സ് ആയി കിടക്കാണ്. അതായത് ഈ വെള്ളത്തിന്റെ ലേക്കിന്റെ വാട്ടർ കുറച്ചുകൂടി ഹൈറ്റിൽ ഏതാണ്ട് ആ പൊക്കത്തിലാകും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ എസ്റ്ററി ഭാഗം മണ്ണ് കൊണ്ട് ഫില്ലാകും. അപ്പോൾ ക്ലോസ്ഡ് ആകും. ബണ്ട് അങ്ങ് ക്ലോസ്ഡ് ആകും. സ്വന്തമായിട്ടാണ് മണ്ണ് വന്നിട്ട്. അതൊക്കെ ഏത് മാസമാണ് സാധാരണ? അതിപ്പം ഓട്ടോമാറ്റിക്കലായിട്ട് എപ്പോഴും വന്നിട്ട് വിത്തിൻ 10-15 days വന്നിട്ട് ഓട്ടോമാറ്റിക്കലി വെള്ളം വന്നു. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേഴ്സ് വരുമ്പോഴത്തേക്ക് സാൻഡ് കളക്ട് ആവുമ്പോൾ അത് നാച്ചുറൽ. ആ സമയത്ത് ഇവിടെ നിറച്ച് വെള്ളം വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഈ കോട്ടേജും ഫ്ലോട്ടിംഗ് ആണ്. വെള്ളം കൂടുന്നതിനനുസരിച്ച് ബണ്ട് ക്ലോസ് ആയി കിടക്കുന്ന സമയത്ത് വാട്ടർ കൂടുന്നുണ്ട്. അന്നേരം ഈ ഫ്ലോട്ടിംഗ് കോട്ടേജസ് എല്ലാം ഹൈറ്റിലേക്ക് പോകും. കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങി കിടക്കും. സന്തോഷമാണോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാറ്റും അല്ലേ? ഇത് 15 മിനിറ്റ് ഉണ്ട്. 15 to 20 minutes ആണ് നമ്മുടെ ഇവിടുന്ന് മെയിൻ ലാൻഡിലേക്കുള്ള. അതായത് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ തന്നെ പാർക്കിങ്ങിലാണ്. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ പോയിട്ട് പിന്നെ കാറിൽ കയറി. So thank you very much. Thank you for നല്ല രീതിയിൽ ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്ലീസ് കം ബാക്ക് അഗൈൻ.
റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയ എത്തി. അങ്ങനെ നമ്മുടെ ബോട്ട് ജേർണി എല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറി. We are going back home. അയ്യോ വിഷമം. വീണ്ടും വിഷമിക്കണ്ട കേട്ടോ. നമ്മളിനി അവിടെ പോയി അടിച്ചു കുടിക്കും. ഓക്കെ, വീട്ടിലടിച്ചു പൊളി. യെസ്, പാൽ കുടിക്കാറായി. അതാണ് പാലെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൗ മിൽക്കൊക്കെ കൊടുത്തു തുടങ്ങി. ഫോർമുല മിൽക്ക് മാത്രമല്ല, അല്ലാതെ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയി കാര്യം. പാസ്ചറൈസ്ഡ് ടോണ്ട് മിൽക്ക് ടെട്രാ പാക്ക് മുല്ലയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് ഇങ്ങനത്തെ പാക്ക് മേടിച്ചാൽ ട്രാവലിങ്ങിന് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ 16 ഒരു പാക്കറ്റിന് 16 തരാം പാല്. അയ്യോ പാവം. ഓക്കെ, അപ്പം നമ്മൾ ഇനി പോണു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നല്ല രസകരമായ 2 ദിവസം നമ്മൾ വളരെ ഹാപ്പി ആൻഡ് റിജുവിനേറ്റഡ് ആയി തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പം ഇപ്പം തിരിച്ചു പോകുന്ന ഒരു അഡ്വഞ്ചർ പോലെയാണ്. അങ്ങോട്ട് പോയത് ഇതേപോലെ ഒരു 15 മിനിറ്റ്. കുഞ്ഞിന് നമുക്കതല്ല, കുഞ്ഞിന് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലല്ലോ, രാത്രിയല്ലായിരുന്നു, വെളിച്ചല്ലാണ്ട് അധികം വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ കൊള്ളാം, നൈസ്. ഇനി നമുക്ക് കഷ്ടിച്ച് എത്ര സമയം എടുക്കും നമ്മുടെ വീടെത്താൻ? ഹാഫ് ആൻ അവർ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ട്രിവാൻഡ്രം ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത് സ്റ്റേക്കേഷൻ. ഓക്കെ അനു, അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Lakshmi Vlogs. Love you all.